ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് ടെക്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആപ്പിൾ എയർപോഡിൻ്റെ ഒരു ക്ലോൺ മോഡൽ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാൻ നൂൺ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്, UAE നൂൺ എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ നിന്നാണ് ഇത് വാങ്ങിയത്. എനിക്ക് ഏകദേശം ഒരു 145 ദിർഹംസ് ചാർജ് ആയിട്ടുണ്ട്. ഇന്ത്യൻ വെബ്സൈറ്റിൽ ഈ മോഡൽസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ജോയ്റൂമിൻ്റെ JR-T03 Pro എന്ന് പറയുന്നൊരു മോഡലാണിത്. സിമിലർ ടു ആപ്പിളിൻ്റെ എയർപോഡിൻ്റെ പ്രോ വേർഷൻ്റെ ക്ലോൺ മോഡൽ തന്നെ വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എല്ലാ ലുക്കും ഫീലും എല്ലാം സെയിം. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ഇതിൻ്റെ ബോക്സ് കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പരിചയപ്പെടാം. പോപ്പപ്പ് പെയറിംഗ് അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഫ്രീലി സ്വിച്ചബിൾ ബീറ്റ് സെറ്റാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ടച്ചും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. പിന്നെ ചാർജിങ് കേസിൻ്റെ കപ്പാസിറ്റി 360 mAh ആണ്. ഡിഫറെൻറ്റ് ചാർജിങ് കേസ് കപ്പാസിറ്റി ഉള്ള മോഡൽസ് ഇതിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ 3 പെയർ ഇയർ ടിപ്പ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു ഫ്രീ സിലിക്കോൺ കേസും ഈ പാക്കേജ് കണ്ടൻറ്റിൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സ് സൈഡ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോയ്റൂമിൻ്റെ ലോഗോ കാണാൻ പറ്റും. നല്ലൊരു പാക്കിംഗ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഇതിനു വേണ്ടി. പിന്നെ അതിൻ്റെ ലോഗോയും ട്രേഡ് മാർക്കും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോക്സിൻ്റെ ബാക്കിലായിട്ട് തന്നെ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇയർ ഡിസൈനാണ് ഇതിലുള്ളത്. 360 mAh ലാർജ് കപ്പാസിറ്റി ബാറ്ററിയാണുള്ളത്. 30 mm ആണ് ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഡയമെൻഷൻ. പിന്നെ 3 സൈസ് ഇയർ ടിപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ ലേറ്റസ്റ്റ് വെർഷൻ ബ്ലൂടൂത്ത് 5 ആണ് ഇതിൽ ഉള്ളത്. പിന്നെ വയർലെസ് ആയിട്ടുള്ള ചാർജിങ്ങും ഇതിൽ പോസിബിളാണ്. പിന്നെ ഡബിൾ ഓഡിയോ ഷെയറിംഗ്, പിന്നെ ഇയർ ഡിറ്റക്ഷനും ഈ മോഡലിൽ അവൈലബിൾ ആണ്. പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം അതിൽ കാണാൻ തന്നെ സാധിക്കും. നമുക്കടുത്തത് ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് കണ്ടൻറ്റ് വരുന്നത് നോക്കാം. മെയിനായിട്ട് ഒരു ചാർജിങ് കേസ് വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെയുള്ള ഇയർ ടിപ്പ് വരുന്നുണ്ട്, ഒരു 3 സൈസിലുള്ളത്. പിന്നെ സിലിക്കോൺ കേസും അതിൻ്റെ ചാർജിങ് കേബിളും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് കണ്ടൻറ്റ് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് തുറന്നു നോക്കാം. നല്ലൊരു പാക്കിംഗ് തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് മോഡൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരു ക്വിക്ക് യൂസർ മാനുവൽ അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ ഇതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഈസി മെത്തേഡ് അവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആദ്യം തന്നെ. അടുത്തതായി നമുക്ക് ഇതിന് പാക്കേജ് കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇയർ ടിപ്പിൻ സ്റ്റോറേജ് കണ്ടെയ്നർ വരുന്നുണ്ട്. അതിൽ നമുക്ക് ജോയ്റൂം എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. പിന്നെയുള്ളത് ഒരു ചാർജിങ് കേസ് പ്ലസ് ഇയർപോഡ്, അതായത് ആപ്പിളിൻ്റെ എയർപോഡ് പ്രോ മോഡലിൻ്റെ ഒരു സിമിലർ മോഡൽ ചാർജിങ് കേസാണ് ഇതിലും വന്നിട്ടുള്ളത്. പിന്നെ ഇത് ചാർജിങ് കേസ് നമുക്ക് ഇടാനായിട്ട് ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു സിലിക്കോൺ കവറും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രോളർ ഹുക്കും വരുന്നുണ്ട്. ഈ സ്ട്രോളർ ഹുക്ക് വെച്ചിട്ട് നമുക്ക് ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ജീൻസിലോ ഒക്കെ ഹുക്ക് ചെയ്തിടാൻ പറ്റും. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചാർജിങ് കേബിൾ കാണാൻ കഴിയും. സിമിലർ ഐഫോൺ യൂസ് ചെയ്യുന്ന സെയിം കേബിൾ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ജോയ്റൂമിൻ്റെ തന്നെ ഒരു കംപ്ലീറ്റ് യൂസർ മാനുവൽ, അത് ചൈനീസിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് എങ്ങനെ അത് കണക്ട് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, സേഫ്റ്റി എല്ലാം ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നോക്കാം. ഇത്ര ഐറ്റംസാണ് ഈ ബോക്സിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പാക്കേജ് കണ്ടൻറ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഇതൊരു ഇയർ ടിപ്സ് പ്ലസ് സ്റ്റോറേജ് കേസാണ്. ഇതിൽ 3 സൈസസിലുള്ള ഇയർ ടിപ്പ് അവൈലബിൾ ആണ്. ലാർജ്, മീഡിയം, സ്മോൾ, അങ്ങനെ 3 സൈസസ്. നമ്മുടെ ചെവിയുടെ ഇന്നർ ഡയമീറ്റർ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തിടാവുന്നതാണിത്. അടുത്തെന്ന് പറയുന്നത് ഒരു സിലിക്കോൺ കേസും പിന്നെ അതിൻ്റെ സ്ട്രോളർ ഹുക്കുമാണ്.
അപ്പോൾ ഈ സിലിക്കോൺ കേസിലേക്ക് ഈ സ്ട്രോളർ ഹുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്നതാണ്. അടുത്തത് പാക്കേജിലെ മെയിൻ കണ്ടൻറ്റാണ് എയർപോഡും അതിൻ്റെ ചാർജിങ് കേസും. നമ്മുടെ ആപ്പിൾ എയർപോഡിൻ്റെ സിമിലർ എയർപോഡ് പ്രോൻ്റെ സിമിലർ മോഡൽ തന്നെയാണിത്. ഒരു ക്ലോൺ വെർഷൻ എന്ന് തന്നെ വേണം നമുക്ക് പറയാം. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു പവർ ബട്ടണുണ്ട്. പിന്നെ അതിൻ്റെ മാനുഫാക്ചർ എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളിൽ 2 ഇയർബഡ്സ് കാണാൻ സാധിക്കും. സെയിം ആപ്പിളിൻ്റെ എയർപോഡ് പ്രോ മോഡൽ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു സ്മോൾ സൈസ് ഇയർബഡ്സ് ആണിത്. കേസിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചാർജിങ് പോയിൻ്റ് കാണാൻ സാധിക്കും. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ ഇത് ഐഫോണുമായിട്ട് കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പോപ്പപ്പ് മെനു വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ കണക്റ്റ് എന്നുള്ളതിൽ കൊടുത്തതിന് ശേഷം ബാക്കിലുള്ള പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് കുറച്ച് നേരം പിടിക്കുക. അപ്പോൾ നമുക്കത് കണക്റ്റിംഗ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതിനുശേഷം അതിൻ്റെ മീഡിയ കൺട്രോൾസ് എല്ലാം അത് കാണിക്കുക. ഈ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. ഇതെവിടേക്കാണ് ഇൻഡക്റ്റീവ് ടച്ച് ഉള്ളതെന്നുള്ളത് അവർ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതാണ്. പിന്നെ കൺട്രോൾ സെൻറ്ററിൽ എങ്ങനെ അതിൻ്റെ വോളിയം അപ്പ് ഡൗൺ ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണാൻ പറ്റും. ഇനി ഇതിൽ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഒരു നോയ്സ് കൺട്രോൾ മോഡ് വരുന്നുണ്ട്. അതിൽ നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസി മോഡും ഉണ്ട്. പിന്നെ മൈക്രോഫോണിൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യണോ അതോ നമുക്ക് ലെഫ്റ്റിൽ മതിയോ റൈറ്റിൽ വേണോ എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. മേലെ തന്നെ JR-T03 Pro എന്ന് പറയുന്ന അതിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ പേര് കൊടുക്കാം. ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റാണ്. നമ്മൾ 2 എയർപോഡും പ്രോപ്പറായിട്ട് ചെവിയിൽ വെച്ചതിന് ശേഷം നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. അടുത്തത് വയർലെസ് ചാർജിങ് ടെസ്റ്റാണ്. നമ്മൾ കേസ് എടുത്തിട്ട് നമ്മുടെ വയർലെസ് ചാർജിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് ചാർജിങ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ സിലിക്കോൺ കേസിലേക്ക് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. ഇത് നോർമൽ തിങ്സ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേസ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് പ്രോപ്പറായിട്ട് അത് ഫിക്സ് ചെയ്യുക.